ഈ സാഹിത്യത്തിൽ മെമ്മറിയിൽ നിൽക്കുന്ന കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചും അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ചും ഒന്ന് പറയാമോ? ഇംഗ്ലീഷ് പുസ്തകത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ട്രാൻസ്ലേഷനാണല്ലോ മെയിനായിട്ട് വായിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റിൽ ദോസ്തോവ്സ്കിയാണ്. അപ്പോൾ പിന്നീട് സെക്കൻഡായിട്ടൊരു ഇതിലേക്ക് എനിക്ക് കിട്ടിയത് ദോസ്തോവ്സ്കിയുടെ എല്ലാം വായിക്കാമെന്നല്ല, ഇപ്പോൾ കാരമസോവ് വായിച്ചു, ഇനി തരും പീട്ട് തരും, അതുപോലെ കുറ്റവും ശിക്ഷയും, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് പിന്നെ എനിക്ക് പിന്നെ ഒരു ഇഷ്ടമായിട്ടുള്ള ഓർഡർ വന്നത് കസാൻഡിഗസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലേക്കൊക്കെ വായിച്ച് തുടങ്ങിയ സമയത്താണ് ഓർഹൻ ബാമിലേക്ക് എത്തി നിൽക്കുന്നത്. ഓർഹൻ ബാമിക്കിൻ്റെ സ്നോ നല്ല പുസ്തകമാണ്. അതുപോലെ കുറച്ച് വലിയ പുസ്തകം ഞാൻ ഇംഗ്ലീഷിൽ ഏറ്റവും ആദ്യം വായിച്ച പുസ്തകം എനിക്ക് തോന്നുന്നു സ്ട്രേഞ്ച്നെസ് ഇൻ മൈ മൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതെനിക്ക് തോന്നുന്നു 50 വർഷത്തെ തുർക്കി ഉണ്ടായി വരണം ഇപ്പോഴത്തെ തുർക്കിയിലേക്ക് എത്തണതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ്. അത് നല്ലൊരു വായനയായിരുന്നു എനിക്ക്. സബാട്ടൻ അലി എന്ന് പറഞ്ഞിട്ട് ആളെ മഡോണ ഇൻ ഫർക്കോട്ട് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഓർമ്മയിൽ അത്ര ഗംഭീര പുസ്തകമാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഗംഭീര പുസ്തകമാണ്. ഭയങ്കര ഒരു വായനയായിരുന്നു അത്. ഇപ്പോൾ നമ്മുടെ മൗണ്ടൻ സിക്കൗഡ്, അത് മൗണ്ടൻ സിക്കൗഡിൻ്റെ ഓതറിന് അല്ലെങ്കിൽ ആ ഓതർ എഴുതിയ ഏതൊക്കെ ബുക്സ് വായിച്ചിട്ടുണ്ട്? ആ 2 പുസ്തകങ്ങൾ തന്നെ. മൂന്നാമത്തെ പുസ്തകം വായിച്ചില്ല. അതെനിക്ക് തോന്നുന്നു ഒരു ട്രിയോളജി പോലെ മൗണ്ടൻ സിക്കൗഡ്, കൈറ്റ് റണ്ണർ, അതുപോലെ 1000 സ്പ്ലെൻഡിഡ് സൺ. 1000 സ്പ്ലെൻഡിഡ് സൺ ഒഴിച്ച് ബാക്കിയെല്ലാം വായിച്ചിട്ടുണ്ട്, 2 വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ ആണെങ്കിൽ സുധാമൂർത്തി ഭയങ്കര സിമ്പിൾ ഇംഗ്ലീഷാണ്. സുധാമൂർത്തി വായിക്കാനൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് തുടക്ക സമയത്ത് ഞാൻ ഓപ്ഷൻ ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത എഴുത്തുകാരൊക്കെയാണ്. പക്ഷെ ഞാൻ ഈ ജുംബ ലഹരി എന്ന് പറഞ്ഞ എഴുത്തുകാരിനെ ആദ്യമായിട്ട് വായിച്ചത്. അവർ ബംഗാളിയായ കാരണം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. അത് കാരണം നെയിം സേക്ക് എന്ന് പറഞ്ഞ നോവൽ ഫിലിമായിട്ടുണ്ട്, നമ്മുടെ മറഞ്ഞുപോയ ഇർഫാൻ ഖാനും തബ്ബൊക്കെ ആയിട്ട്. പക്ഷെ നോവൽ എനിക്ക് അത് ഇഷ്ടമായി. പിന്നെ പുള്ളിക്കാരത്തിലെ തന്നെ ഒരു കഥാസമാഹാരം ഉണ്ടായിരുന്നു, ഇന്റർപ്രിറ്റഡ് മെലഡീസ്. അതായി അത് 2 എണ്ണമൊക്കെയാണ്. പിന്നെ ഒരു റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ചെറിയ പുസ്തകമാണ്. ഞാൻ തുടക്കത്തിൽ ഏറ്റവും ഫസ്റ്റിൽ ഞാൻ ഓർഡർ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങണ ഇംഗ്ലീഷ് പുസ്തകം. എനിക്ക് തോന്നുന്നു മലയാള പുസ്തകം എനിക്ക് തോന്നുന്നു കാശ് കൊടുത്തേക്കും വാങ്ങിച്ചത് കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്നാലും സേതുവിൻ്റെ അടയാളങ്ങളായിരിക്കും. അതുപോലെ ഖസാക്കിൻ്റെ ഇതിഹാസം, അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ മലയാള വിവർത്തനം. ഇതൊരു എക്സിബിഷനിൽ നിന്നാണ് വാങ്ങണേ. ഇപ്പോൾ ഓഷോയെ വായിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കാണ്. അപ്പോൾ മോട്ടിവേഷണൽ ബുക്സ് എന്തായാലും തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്ത മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. ആക്ച്വലി എൻ്റെ മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നു ഓഷോ ആയിരിക്കും തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ എനിക്ക് ഓഷോ വായിക്കാൻ പറ്റില്ല, എൻ്റെ വായനയുടെ രീതി, എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷോ എന്ന് ഒരുപാട് എഴുത്തുകാരിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഖലീൽ ജിബ്രാനെ വായിച്ചിട്ടുണ്ടോ? ഖലീൽ ജിബ്രാൻ എനിക്ക് തോന്നുന്നു എൻ്റെ കട്ടിലിൻ്റെ തലയ്ക്ക് ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്നു. മലയാള വിവർത്തനം DC ഇറക്കിയ സമ്പൂർണ്ണ വിവർത്തനം. പ്രവാചകനെ കുറിച്ച് എന്താ പറയുക? കുട്ടികളോടൊക്കെ ചോദിക്കണ, കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ പറയണ മറുപടിയാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയുള്ളത്. കുട്ടികൾ എന്താണ് അസ്ത്രമാണെന്നോ, എവിടെയാണ് തൊടുത്തുവിട്ട അസ്ത്രങ്ങളാണ്, എവിടെയാണ് ലക്ഷ്യം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു ബുക്ക് എന്ന് പറയുന്നത് ആനന്ദിൻ്റെ അഭയാർത്ഥികൾ. ഞാൻ ഇപ്പോൾ 2ാം വട്ടം വായനയിലാണ്. എനിക്ക് വായിച്ചതിന് ഓർമ്മ നിൽക്കുക കാരണം 2ാം വട്ടം വായിച്ചിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു അത് മലയാളത്തിലൊരു ക്ലാസ് വർക്കാണ്. എന്താ പറയുക, ഇംഗ്ലീഷ് വായിക്കും. ഇപ്പം നമ്മളിപ്പം ലോക സാഹിത്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഇംഗ്ലീഷ് റൈറ്റേഴ്സ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നല്ല നല്ല എഴുത്തുകാരുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഇന്ത്യയിൽ നമ്മുടെ ഒരു കുഞ്ഞു കേരളമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഏതെങ്കിലുമൊക്കെ എഴുത്തുകാരന്മാർ കാണും അല്ലേ? അപ്പോൾ അതിൽ കുറച്ച് എഴുത്തുകാരെ കുറിച്ച് പറയാമോ? തുടക്കകാലത്തെ വായനയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഖുഷ്വന്ത് സിംഗിൻ്റെ വായിച്ചിട്ടുണ്ട്, ട്രെയിൻ ടു പാകിസ്ഥാൻ വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ അരുന്ധതി റോയുടെ പുസ്തകങ്ങൾ അറ്റ്മോസ്ഫിയർ ഹാപ്പിനെസ് വായിക്കണേ. അവരുടെ ഭാഷ വളരെ രസകരമാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ളൊരു കറുത്ത ഹാസ്യം എന്നൊക്കെ പറയണ പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ എഴുതും, വളരെ ഭംഗിയാണ്. പിന്നെ മിഡ് നൈറ്റ് ചിൽഡ്രൻ റുഷ്ദിയുടെ രസമാണ്. അത് 2 മലയാളത്തിൽ ഇംഗ്ലീഷിലും വായിച്ചിട്ടുണ്ട് ഞാൻ. അധികം വേറൊന്നും വായിച്ചിട്ടില്ല ആളെ. പക്ഷേ ജോസഫ് ആൻ്റൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു 10-15 വർഷം ഒരു അജ്ഞാതവാസത്തിലേക്ക് ഉണ്ടായിരുന്നു. കാരണം ഫത്വ പ്രവർത്തിച്ച സമയത്ത് ആ ഓർമ്മകളായിട്ടുള്ള പുസ്തകമാണ് ജോസഫ് ആൻ്റൺ. ആൾക്ക് ഇഷ്ടമുള്ള 2 റൈറ്റേഴ്സിൻ്റെ പേര് കൂട്ടിച്ചേർത്തുള്ളതാണ്. ജോസഫ് കോണാടാന്ന് തോന്നുന്ന ഒരാൾ, പിന്നെ ഒരാൾ ആൻ്റൺ ചെക്കോവ്. ആ പുസ്തകം കുറച്ച് വലിയ പുസ്തകമാണ്. അതൊക്കെയാണ് പിന്നെ വായിച്ചത്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഗംഭീരമായിട്ട് എഴുതുന്നൊരു കക്ഷിയുണ്ട്, അനീസ് സലീം എന്ന് പറഞ്ഞിട്ട്. അനീസ് സലീമിനെ പെട്ടെന്ന് അറിയാം ആളുകൾ ഈ മിൽമയുടെ
പരസ്യമൊക്കെ ഉണ്ട് പണ്ടത്തെ, കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറഞ്ഞ ആ ടൈറ്റിലൊക്കെ പുള്ളിയാണ്. ആ പരസ്യം ആളുടെ കുറേ വാനിറ്റി ബാഗ് ആദ്യം വായിച്ച പുസ്തകം. ഈ വാനിറ്റി ബാഗ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഓഥറിന്റെ പേര് കേട്ടിട്ടില്ല. നന്നായിട്ട് എഴുതുന്ന ആളാണ്. പിന്നെ സ്മോൾ ടൗൺ സി, അതുപോലെ എനിക്ക് തോന്നുന്നു അടുത്തത് ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അക്കാദമി അവാർഡ്. ഡിസെൻഡൻസ് എന്നോ ഉച്ചാരണം എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ ഉറക്കം വായിക്കില്ല അത് കാരണം. അങ്ങനെ ഒരു വിഷയമുണ്ട് എനിക്ക്. കാരണം ഒരു വട്ടം ഉച്ചരിച്ചത് ഞാൻ അടുത്തതിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണോ ഞാൻ ഇംഗ്ലീഷ് പുസ്തകം വായിക്കണേ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെങ്കിൽ ഒരു ദിവസം വായിച്ച പുസ്തകത്തിൽ അർത്ഥം തന്നെ അതിൽ ആ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ ഡിക്ഷണറി അങ്ങനെ കാര്യമായിട്ട് നോക്കണില്ലെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വായിക്കുമ്പോൾ എപ്പോഴും ഉണ്ട് അങ്ങനെ. അപ്പോൾ അനീസ് സലീമിൻ്റെ ഒരുപാട് പുസ്തകങ്ങളാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് അഭിനന്ദിക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അധികം അറിയാത്ത ഒരാൾ ട്രാൻസ്ലേഷൻ ബുക്സ് വായിച്ച് പിന്നെ അതിനുശേഷം ഇംഗ്ലീഷ് ബുക്സിലേക്ക് ഡയറക്റ്റ് വന്നു ഇംഗ്ലീഷ് വായിക്കുക. അപ്പം അത്രയും പറയുന്നത് തന്നെ വലിയൊരു ക്ലാപ്പ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സത്യം. ഇപ്പോൾ ആൽബർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ സി ജെ ഉണ്ട്. സി ജെ കുറേ താങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫോൺ വിളികൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിച്ചാൽ എനിക്കിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു അല്ല, ഇപ്പം ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വായനക്കാരിയാണ്. ഇപ്പം ഞാനൊരു 2 ബുക്ക് ഇറക്കി. പക്ഷെ എങ്കിൽ പോലും ഇപ്പം അനീസ് സലീമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. എത്ര ഇൻഫർമേഷൻ, കാരണം കടൽ പോലെ കിടക്കുകയാണ് പുസ്തകങ്ങളും വിവർത്തനങ്ങൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കും. എനിക്ക് കാരണം ഇഷ്ടമായ കാരണം ഇറങ്ങുമ്പോഴേക്കും നമ്മൾ പോയിട്ട് വാങ്ങും. മിഡ് നൈറ്റിനൊക്കെ ഞാൻ ഇറങ്ങി അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആ ആഴ്ചയിൽ അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആ പുസ്തകം. പിന്നെ മായാഞ്ചൽ അവിടെ എനിക്ക് തോന്നുന്നു ഒരു പുസ്തകം മറ്റോ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡിസൈനി ആയിരിക്കും തോന്നുന്നു. ഐ നോ വൈ കേജഡ് ബെഡ് സിംഗ് മറ്റായിട്ടുള്ള പുസ്തകം. പിന്നെ ഒരു അങ്ങനെ പ്രണയവും മൂലധനം എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ അങ്ങനെ ഒരു മലയാള സിനിമയിൽ കാണിക്കുന്നുണ്ട് അത്. പക്ഷെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. പക്ഷെ ഞാൻ ഇതുവരെ കാണാത്തൊരു പുസ്തകമാണ്. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അത് ഇൻസൈറ്റ് പബ്ലിക് ഇറക്കിയത്. അത് ഇപ്പം എന്താ പറയുക, പ്രതീക്ഷ പറഞ്ഞ പല ബുക്സും എനിക്ക് ഞാൻ വായിച്ചിട്ടില്ലാത്ത ബുക്സാണ്. അപ്പം എനിക്കതൊരു എന്താ പറയുക, ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ തന്നെയാണ്. എനിക്കിനി മുന്നോട്ടുള്ള വായനയ്ക്ക് അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 ബുക്സ് ഇറക്കില്ല. കാരണം ഞാൻ എൻ്റെ ഡയറികളിലൊക്കെ എഴുതി വെക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി എന്താ പറയുക, ഇന്ദുഗോപൻ അല്ലെങ്കിൽ ലിജീഷ്, കഞ്ചാവ് എഴുതിയ ലിജീഷ്, അല്ലെങ്കിൽ KS രതീഷ് സാറ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണെങ്കിൽ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പം മാളം ഇനി വായിക്കാനുണ്ട്. അപ്പോൾ തന്തക്കിണർ ഉൾപ്പെടെയുള്ള ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. കേരളോൽപ്പത്തി വായിച്ചിട്ടുണ്ട്, കപ്രാളും കാശിനിട്ടും വായിച്ചിട്ടുണ്ട്. അപ്പോൾ KS രതീഷിൻ്റെ ബുക്സ് ഓൾമോസ്റ്റ് ഞാൻ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പം ജിൻഷാ ഗംഗയുടെ പുസ്തകം ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പുസ്തകം പോയി. അത് ഞാനും പുസ്തകങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ വാങ്ങിക്കാനിരിക്കുകയാണോ. അതുപോലെ ആശിതയുടെ മുങ്ങാങ്കുഴി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം പോയിട്ടുണ്ട്. ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, FB ഫ്രണ്ടാണ്. പുള്ളിയുടെ ടെയിൽ ഓഫ് ഡെർബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവല് ഒരുപാട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുതിയ എഴുത്തുകാരിൽ. പിന്നെ ഒരു എഴുത്തുകാരൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുപോലെ വന്ന് കുറച്ച് നാൾ ഈ ഫേസ്ബുക്കിൽ കൂടെ തന്നെ പരിചയപ്പെട്ട് എനിക്ക് വായിച്ചിഷ്ടമായിട്ടുള്ളത് ദേവദാസാണ്. വി ദേവദാസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പുസ്തകങ്ങൾ ചെപ്പും പന്തും, അതുപോലെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു വന്നത് എയറാണ്, പന്നിവേട്ട, അതുപോലെ ഡിൽഡോ, അതുപോലെ കഥകൾ അവനവൻ തുരുത്ത്, അതൊക്കെ നല്ല എഴുത്തുകാരനാണ്. അവനവൻ തുരുത്ത് കഥകളാണ്, കഥാസമാരമാണ്, ചെറുകഥാ സമാഹാരം. അപ്പം ഈ ബുക്ക് വിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റിൽ എനിക്ക് തോന്നുന്നു അജയ് പി മാങ്ങാട്ടിൻ്റെ വെളിച്ചമനിയാനും ഒരുപാട് പോയി. അതുപോലെ ഈ ജിൻഷാ ഗംഗയുടെ ഓട കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്തരം പുസ്തകങ്ങളാണ് അധികം പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ ദാഹം പുതിയ നോവൽ ഇറങ്ങിയിട്ടുണ്ട് അജയുടെ, അത് പോകുന്നുണ്ട്, പുസ്തകങ്ങൾ പോകുന്നുണ്ട്. അബ്ബാസിന്റെ വിശപ്പ്, അബ്ബാസിന്റെ തുടക്കത്തിൽ ഞാൻ തുടങ്ങിയ സമയത്തേക്കും അത് സ്ഥിരം എന്ന് പറഞ്ഞ പോലെ പോയോണ്ടിരിക്കുന്ന ഒരു പുസ്തകങ്ങളിൽപ്പെട്ട ഒരു പുസ്തകമൊക്കെ ആയി മാറിയിട്ടുണ്ട്. ആദ്യ പുസ്തകം ഉണ്ടല്ലോ അബ്ബാസിന്റെ. ഈ പുസ്തകം ആവശ്യപ്പെടുന്നവർ പഴയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്, മലയാളം ഒരുപാട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ചെറുകാടിന്റെ മുത്തശ്ശി, നല്ലൊരു ശ്രീകൃഷ്ണ നോവലാണ് അത്. വലിയൊരു നോവലാണ്, ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളതാണ്. ആ പുസ്തകം ഇപ്പോൾ എനിക്ക് ഓർഡർ ഞാൻ ലാസ്റ്റ് അയച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയിട്ടുണ്ട്. MTയുടെ പുസ്തകങ്ങളാണ് ധാരാളം പോകാറുള്ളത്. മാധവകുട്ടിയുടെ മാധവകുട്ടിയുടെ എനിക്ക് തോന്നുന്നു കവറുകൾക്ക് സ്പെഷ്യലായിട്ട് അവർ ചോദിച്ചിട്ടുണ്ട് ആളുകൾ. മാധവകുട്ടിയുടെ ഒരു പുതിയ കവർ എനിക്ക് തോന്നുന്നു നഷ്ടപ്പെട്ട നീലാംബരിയും മറ്റു കഥകളെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ ഇപ്പോൾ പുതിയൊരു കവർ വന്നിട്ടുണ്ട്.
അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അത് എൻ്റെ ഉണ്ടായിരുന്നില്ല പുസ്തകം, നമ്മളെടുക്കുന്ന ആളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചോദിക്കാറുണ്ട്. മാധവക്കുട്ടിയുടെ ഇപ്പം ഇറങ്ങുന്നുണ്ടോ? ഏതോ പക്ഷിയുടെ മണം ഉണ്ട് തോന്നുന്നു. പക്ഷിയുടെ മണം അച്ചൻസിയാന്ന് തോന്നുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോടൊക്കെ ഭയങ്കരമായിട്ട് എനിക്കൊന്ന് ഈ റാം കെയർ ഓഫ് ആനന്ദിയോടൊപ്പം തന്നെ സെയിലായ ഒരു ബുക്കാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ വേറെ ഏത് പുസ്തകങ്ങളെ കുറിച്ചാണ് പറയാൻ ഇഷ്ടമുള്ളത്? പിന്നെ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ലേഖനങ്ങൾ, എം ടിയുടെ ലേഖനങ്ങൾ, ഒരു വായനയിലേക്കും ബ്രേക്കൊക്കെ വന്ന സമയത്ത് അങ്ങനെ എം ടിയുടെ യാത്രകളോ ഒരു ലേഖനങ്ങളൊക്കെ ഇപ്പോൾ വായിക്കാറാണ്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ലൊരു ഇൻസ്പിറേഷനാവും നമുക്ക് പിന്നീട് വായനയ്ക്ക്. അതുപോലെ ആനന്ദിൻ്റെ ലേഖനങ്ങൾ തുടക്കത്തിൽ വായിച്ചതൊക്കെയും എപ്പോഴും ഇടയ്ക്കെടുത്ത് വായിക്കാറുണ്ട്. സ്ഥാനം തെറ്റിയ വസ്തു, നഷ്ടപ്രദേശങ്ങൾ, അങ്ങനെ. എനിക്ക് പൊളിറ്റിക്കലായിട്ട് കുറച്ച് അറിയാൻ ഇഷ്ടമുള്ള കാരണം തന്നെ മിക്ക രാജ്യങ്ങളിലും അങ്ങനത്തെ കാര്യങ്ങൾ കലർന്നിട്ടുള്ള നോവലുകൾ ഞാൻ വായിക്കാറുണ്ട്.